പുള്ളിക്കാരൻ സാധാരണയായിട്ട് ദേഷ്യപ്പെടാറില്ല. അദ്ദേഹം ദേഷ്യം വന്നപ്പോൾ പെട്ടെന്ന് കയറി പുള്ളിക്കാരൻ അടിച്ചു. എനിക്ക് ഈ വർക്ക് ചെയ്യാതെ ഇരിക്കാൻ വയ്യ. വർക്ക് ചെയ്തില്ലെങ്കിൽ ഒരു ആകെ ഒരു അസുഖം തോന്നുന്നു. എനിക്ക് 365 ദിവസവും വർക്ക് ചെയ്യണം. അങ്ങനെ ആയിപ്പോയി. ഞാൻ ഞങ്ങൾ തമ്മിൽ യാതൊരു കോമ്പറ്റീഷൻ അങ്ങനെ ഞാൻ ഒരിക്കലും. പക്ഷേ ഈ ഫാൻസ് ഉണ്ടല്ലോ, അത് ഈ ഫാൻ, അപ്പോൾ അദ്ദേഹത്തിന് ധാരാളം ഫാൻ ക്ലബ്സും കാര്യമൊക്കെയാണ്. വലിയ താരം എന്ന് വിചാരിക്കേണ്ട, ഞാൻ തന്നെ താഴെ ഇറക്കും. ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ ഞാൻ ഈ ചെന്നൈയിലുള്ള കാലഘട്ടത്തിൽ പ്രേം സാറിൻ്റെ ഒക്കെ കാലഘട്ടം ഓർക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അന്ന് ഭയങ്കര വെല്ലുവിളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പ്രേം സാറിന് പകരം ഒരു താരോദയം സാറിൻ്റെ രീതിയിലേക്ക് വരുവാണ്. അതൊക്കെ ഒരു കോമ്പറ്റീഷനായിട്ട് മാറ്റിയായിരുന്നു അന്നൊക്കെ. അങ്ങനെ കോമ്പറ്റീഷനായി അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനാണ്. ഞങ്ങൾ തമ്മിൽ യാതൊരു കോമ്പറ്റീഷൻ അങ്ങനെ ഞാൻ ഒരിക്കലും. പക്ഷേ ഈ ഫാൻസ് ഉണ്ടല്ലോ, അത് ഈ ഫാൻ, അപ്പോൾ അദ്ദേഹത്തിന് ധാരാളം ഫാൻ ക്ലബ്സും കാര്യമൊക്കെയാണ്. അപ്പം ഞാൻ ഒരിക്കലും ഈ ഫാൻ ക്ലബ്സിനെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പക്ഷെ അതല്ലാതെ എനിക്ക് എൻ്റെ ഫാൻസ് മുഴുവൻ ഈ കോളേജ് പിള്ളേരും സ്കൂളിൽ പഠിക്കുന്നവരും യങ്സ്റ്റേഴ്സാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു, അതല്ലാതെ ഞങ്ങൾക്ക് തമ്മിൽ. പിന്നെ വേറെ ഈ പറഞ്ഞതുകൊണ്ട് പറയാണ്, അന്ന് ഈ സിനിമാ മാസിക ചിത്രരമ, സിനിരമ എന്നൊക്കെ പറഞ്ഞ് കുറേ ഈ പത്രങ്ങളില്ല, ഈ അതെ, ഈ മാസികകളിലൊക്കെ ഞങ്ങൾ അന്ന് ഇതിൻ്റെ എല്ലാം ശങ്കരൻ നായർ എന്ന് പറയും, അദ്ദേഹമായിരുന്നു അതിൻ്റെ എഡിറ്റർ. അദ്ദേഹത്തിനും നസീർ സാർക്കും ഒരു ചെറിയൊരു പ്രശ്നം വന്നു. അപ്പോൾ ആ പ്രശ്നം വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അതൊരു അന്ന് സ്റ്റാർ നൈറ്റ്, ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് അവാർഡിൻ്റെ സ്റ്റാർ നൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ തമ്മിൽ അത് കശപശയായി. അപ്പം ഞാനും അവിടെ അടുത്തൊരു സീറ്റിലിരിക്കുകയാണ്. അപ്പോൾ ശങ്കരൻ നായർ പ്രേം നസീറിനെ വല്ലാതെ വളരെ പറയാൻ വയ്യ, അത്രയും മോശമായിട്ട് സംസാരിച്ചു. പ്രേം നസീർ കുറേ, പുള്ളിക്കാരൻ സാധാരണയായിട്ട് ദേഷ്യപ്പെടാറില്ല. അദ്ദേഹം ദേഷ്യം വന്നപ്പോൾ പെട്ടെന്ന് കയറി പുള്ളിക്കാരൻ അടിച്ചു. വളരെ റെയറാണ്. പ്രേം നസീർ കയറി അടി കൊണ്ടുപോയാൽ പെട്ടെന്ന് താഴെ വീണു. അപ്പോൾ ശങ്കരൻ നായർ പറഞ്ഞു, അങ്ങ് വലിയ താരം എന്ന് വിചാരിക്കേണ്ട, ഞാൻ തന്നെ താഴെ ഇറക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ. അപ്പം അതിനുശേഷം പുള്ളിക്കാരൻ എല്ലാ മാസികകളിലും എന്നെപ്പറ്റി എന്നെ അങ്ങ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളും അത് അറിയുന്നതിലും എനിക്ക് വേറെ നിവൃത്തിയില്ലാതെ. ആ സമയത്താണ് നാന വരുന്നത്, നാന എന്ന പത്രം. അപ്പോൾ അതിൻ്റെ ഒരു കറസ്പോണ്ടൻ്റായിട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബാലചന്ദ്രൻ മേനോൻ, ഡയറക്ടർ, പിൽക്കാലത്ത് ഡയറക്ടറായ ബാലചന്ദ്രൻ മേനോൻ അപ്പോൾ നാനയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം എന്നെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ അതിലും അങ്ങനെയൊക്കെ കുറേ എന്നെ പ്രൊമോട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ, അപ്പോൾ ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും കാരണം ഞാനല്ല, ഞാനതിന് എൻ്റെ താല്പര്യം കൊണ്ട് അത് സംഭവിച്ചതല്ല. അതല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല. ആ സമയത്താണ് ഈ ഇന്ന് അമ്മ എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, ആദ്യമായിട്ട് ഈ മലയാളം
സിനിമാ നക്ഷത്രങ്ങൾക്ക് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന് ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയെടുത്തത് ആ സമയത്താണ്. അത് പ്രേം നസീർ സാറിൻ്റെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ശ്രമമാണ്. കാര്യം അദ്ദേഹത്തിനപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് കൂടി നടന്നപ്പോൾ പുള്ളിക്കാരന് തോന്നി ആർട്ടിസ്റ്റ് അസോസിയേഷൻ നമ്മുടെ കൺട്രോളിൽ ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയെടുത്താൽ അത് നമ്മൾ കൺട്രോൾ ചെയ്യാം. അങ്ങനെ മാൽക്ക മലയാളം ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് മാൽക്ക എന്ന് പറഞ്ഞ് ഒരു അസോസിയേഷൻ ഉണ്ടാക്കി. പക്ഷെ അത് ഒരു കൊല്ലം കൊണ്ട് അതങ്ങ് പിരിച്ചു വിട്ടു. കാര്യം അത് ഒരു 3-4 മീറ്റിംഗ് കഴിഞ്ഞ് അത് വേണ്ടെന്ന് വെച്ചു. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ അമ്മ എന്ന അസോസിയേഷൻ്റെ തുടക്കം അവിടെയായിരുന്നു. അങ്ങനെ ഒരു വലിയ ചരിത്രം അതിൻ്റെ പുറകിലുണ്ട് അല്ലേ? ഈ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ചെന്നൈ ജീവിതമൊക്കെ ശരിക്കും ഒരുപാട് നസീർ സാറും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു നിങ്ങളുടെയൊക്കെ തുടക്കം അല്ലേ? അതെ, അത് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ അങ്ങനെ സ്ട്രഗിളൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഭാഗ്യവശാൽ ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ധാരാളം ഓഫേഴ്സോടെ വന്നു. പിന്നെ അങ്ങനെ തുടർന്ന് ഞാൻ അന്നും ഒരു 5-6 പടങ്ങളെ ഒരു കൊല്ലത്തെ ചെയ്യാറുള്ളൂ, അത് കൂടുതൽ ചെയ്യാറില്ല. നസീർ സാറ് 15-20 പടങ്ങളൊക്കെ ചെയ്യും. ഇത് ഞാൻ പുള്ളിക്കാരനോടൊന്നും ഒരിക്കൽ പറയണ്ടായി. ഞാൻ പറഞ്ഞു അല്ല, അങ്ങനെ ചെയ്യരുതെന്നല്ല. ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് സത്യ സ്റ്റുഡിയോയിൽ ഞങ്ങളിരിക്കുമ്പോൾ മറ്റേ അടൂർ ഭാസി, ബഹദൂർ, ശങ്കരാടി, അപ്പോൾ അവരിതിനെപ്പറ്റി സംസാരിക്കുക. രാത്രി 10 മുതൽ 2 വരെ ഒക്കെ ഇങ്ങനെ മറ്റേ കാൾ ഷീറ്റ് കൊടുത്ത് നമ്മളെ ബുദ്ധിമുട്ടി വെറുതെ ഒരാവശ്യമില്ല. എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ചെയ്യുന്നത്? ഹരിപ്പോത്തന് വേണ്ടി ആലിബാബയും 40 കള്ളന്മാരും എന്ന പടത്തിന് വേണ്ടി പുള്ളിക്കാരൻ രാത്രി 10 മുതൽ 2 വരെ കാൾ ഷീറ്റ് കൊടുത്തൊരു പടം മുഴുവൻ തീർത്തു കൊടുത്തു. അപ്പോൾ അതിലെല്ലാം ഇവരുണ്ട്. അവരും സഹിച്ചേ പറ്റിയതോടെ. അത് കഴിഞ്ഞ് ഇവിടെ 7 മണിക്ക് ഇവിടെ ഷൂട്ടിങ്. അപ്പോൾ ആ സമയത്ത് ഞാൻ മറ്റേ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി കൊച്ചിയിലോട്ട് പോകാൻ വേണ്ടി എയർപോർട്ടിലിരിക്കുക. അപ്പോൾ പുള്ളിക്കാരനും ആ ഫ്ലൈറ്റിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഈ രാത്രി 10 മണിക്കും 2 മണിക്കും 2 വരെയുള്ള ഈ കാൾ ഷീറ്റൊക്കെ വെറുതെ ഇത് നിങ്ങളറിയുന്നില്ല. പക്ഷെ നിങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന പലരും എന്നോട് ഇതിനെപ്പറ്റി പറയുണ്ടായി. അപ്പോൾ അത് വേണ്ട, വെറുതെ എന്തിനും ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്. അല്ല മോൻ, എനിക്ക് ഈ പുള്ളിക്കാരൻ പറഞ്ഞതാണ്, മോൻ എനിക്ക് ഈ വർക്ക് ചെയ്യാതെ ഇരിക്കാൻ വയ്യ. വർക്ക് ചെയ്തില്ലെങ്കിൽ ആകെ ഒരു അസുഖം തോന്നും. എനിക്ക് 365 ദിവസവും വർക്ക് ചെയ്യണം. അങ്ങനെ ആയിപ്പോയി. ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അതായിരുന്നു പുള്ളിക്കാരൻ്റെ മറുപടി. അത് ഒരു സത്യമായിരിക്കാം, എനിക്കത് അറിയാൻ പാടില്ല. അപ്പോൾ അത് മറ്റേ അങ്ങനെ വർക്ക് ചെയ്തതാണ്. അങ്ങനെ പുള്ളിക്കാരൻ അല്ല, മധുസാറ് വേറൊരു ടൈപ്പാണ്. മധുസാർ അങ്ങനെ ഒന്നും ഈ 365 ദിവസം വർക്ക് ചെയ്യുന്ന പാർട്ടിയല്ല. പിന്നെ പുള്ളിക്കാരൻ ആ സമയത്ത് ഡയറക്ഷനും സ്വന്തം പടങ്ങളൊക്കെ തുടങ്ങിയതുകൊണ്ട്. പക്ഷെ നസീർ സാറ് മറ്റേ ആസ് എൻ ആർട്ടിസ്റ്റ് 20 പടങ്ങളൊക്കെ ചെയ്യും ഒരു കൊല്ലത്തിൽ. അങ്ങനെയാണ് ഈ വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കിയെടുത്തത്. അപ്പം ഞാൻ വെറുതെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞു, സാറേ എപ്പോഴാണ് സാറ് ഈ സ്വന്തം കുടുംബവുമായിട്ട് എപ്പോഴെങ്കിലും ഇരുന്ന് സംസാരിക്കാനോ അവരുമായിട്ട് എപ്പോഴെങ്കിലും സാറിന് സമയം കിട്ടാറുണ്ടോ? എന്ത് ചെയ്യുമോ, എനിക്ക് ഈ ദിവസേന വർക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് തീരെ ആ സുഖം. അതുകൊണ്ടാണ് അങ്ങനെ.
മോൻ പറയുന്നത് ശരിയാണ്, പക്ഷെ അതിനൊന്നും സമയം കിട്ടാറില്ല. ഈ ഫാൻസുകാർ സാറിൻ്റെ ഒരു സൈഡിൽ കൂടെ പൊക്കുകൊണ്ടുവരുന്നത് ഈ നസീർ സാറിനെ ഈഴ്ത്തുന്നു. അപ്പോൾ അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ തമ്മിൽ സംസാരത്തിലുണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെയൊന്നും ഞങ്ങൾ തമ്മിൽ യാതൊരു, ഈ തൃശ്ശൂരിലെ ഒരു ഇതുപോലെ തന്നെ ഈ സംസ്ഥാന അവാർഡിൻ്റെ ഒരു ചടങ്ങിൻ്റെ സമയത്ത് ഒരു സംഭവം ഉണ്ടായി. അതായത് എല്ലാവരും സംസാരിച്ചു, അതിനിടയ്ക്ക് നസീർ സാറ് സംസാരിച്ചു, പിന്നെ തിക്കുറിശി സുകുമാരൻ നായർ. അപ്പോൾ അദ്ദേഹം ഈ നിർമാല്യം എന്ന പടത്തിനെ പറ്റി, നിർമാല്യം മറ്റേ അവാർഡ് കിട്ടിയ പടം, അപ്പോൾ അതിൻ്റെ അങ്ങനെയുള്ള പടങ്ങൾ അവാർഡും കാര്യമൊക്കെ കിട്ടിയെന്ന് വരും, പക്ഷേ അതുകൊണ്ടൊന്നും മലയാളത്തിൽ യാതൊരു സിനിമയ്ക്ക് യാതൊരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല എന്ന രീതിയിൽ സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത് ശരിയല്ല, നല്ല പടങ്ങൾ നമുക്കിവിടെ ഉണ്ടാക്കണം, നിർമാല്യം പോലെയുള്ള പടങ്ങളും ഉണ്ടാവണം, അതുപോലെ കമേഴ്സ്യലായിട്ട് സക്സസ് ആവുന്ന പടങ്ങളും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ രീതിയിൽ അതങ്ങനെ ആവണം. അതല്ലാതെ അത് മറ്റേ ഈ കമേഴ്സ്യൽ പടങ്ങൾ മാത്രം. അപ്പോൾ അതിന് അന്ന് അടിപ്പടങ്ങൾ എന്നാണ് പറയുക, സ്റ്റണ്ട് പടങ്ങൾ എന്നാണ് പറയുക. അപ്പം ഞാൻ അന്ന് സ്റ്റണ്ട് പടങ്ങൾ ഞാൻ ചെയ്യാറില്ല. അപ്പോൾ അത് ഞാൻ പറയേണ്ടി വന്നു. പറഞ്ഞപ്പോൾ അത് പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നസീർ സാർ അത് കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ പറഞ്ഞു, അങ്ങനെ മോഹൻ മറ്റേ പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷേ ഈ നല്ല പടങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മലയാളം സിനിമയ്ക്ക് യാതൊരു പ്രയോജനമില്ല മോഹൻ എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓഫ് കോഴ്സ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും വി വർ ഫ്രണ്ട്സ്. അതുകൊണ്ട്